ട്രീറ്റ്മെൻറ്റിന് വന്നിരുന്ന ഒരു പേഷ്യൻ്റ് ചോദിച്ചൊരു സംശയമായിരുന്നു. കാര്യം കാൽമുട്ട് തേയ്മാനത്തിന് മസാജിങ് നല്ലതാണോ എന്നുള്ളത്. അപ്പോൾ അതിന് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ സൂപ്പർവിഷനോട് കൂടെ മാത്രം ചെയ്യാനായിട്ട് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് ഗുണത്തേക്കാളേറെ വളരെ ദോഷകരമായിട്ടായിരിക്കും ഒന്ന് ഭവിക്കുന്നുണ്ടാവാം. കാര്യം കാൽമുട്ട് തേയ്മാനം വരുന്ന സമയത്ത് നമ്മുടെ ആ കാലിലെ മൊത്തം മസിൽസിലായാലും ആ കാൽമുട്ടിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മസിൽസിലായാലും അതുപോലെ ആ കാൽമുട്ട് ആ നീ ജോയിന്റിനെ കണക്ട് ചെയ്യുന്ന സോഫ്റ്റ് ടിഷ്യൂസ്, അതായത് ലിഗമെന്റ്, ക്യാപ്സ്യൂള്, അങ്ങനത്തെ ടിഷ്യൂസിലായാലും പല രീതിയിലും ഇമ്പയർമെൻറ്റും അഡാപ്റ്റേഷൻസും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഓരോ പേഷ്യൻറ്റിനും ഈ പറയുന്ന ഇമ്പയർമെൻറ്റും അഡാപ്റ്റേഷൻസും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ വളരെ കൃത്യമായിട്ട് ആ പേഷ്യൻറ്റിനെ നോക്കി ഏതെല്ലാം ഭാഗത്ത് നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഏതെല്ലാം ഭാഗത്ത് നമുക്ക് ആ ഒരു പ്രഷർ കൊടുക്കാൻ പറ്റും, ഏതെല്ലാം ഭാഗത്ത് മസാജ് നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളും ഉണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നുണ്ടാവുക. കാര്യം 1-2 കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം ഇതേപോലെ കാൽമുട്ട് തേയ്മാനം വന്നു, ആളുകൾ പറഞ്ഞു അവിടെ പൊക്കോ ഇവിടെ പൊക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെഡിക്കൽ ബേസിസ് ഇല്ലാത്ത ആളുകളുടെ അടുത്ത് പോയിട്ട് ഒഴിഞ്ഞിട്ട് ഓൾറെഡി വേസ്റ്റായി കിടക്കുന്ന മസിൽ, അതുപോലെ ഓൾറെഡി ഇമ്പയർഡായിട്ട് കിടക്കുന്ന ആ ഒരു സോഫ്റ്റ് ടിഷ്യൂസ്, കണക്റ്റീവ് ടിഷ്യൂസ്, അവിടെയൊക്കെ വളരെ പ്രഷർ കൊടുത്ത് മസാജ് ചെയ്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇവിടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വലിയ കുഴപ്പമില്ലാതെ നടന്നിരുന്നതാണ്, ഇപ്പോൾ തീരെയും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി എന്നുള്ളത്. അപ്പോൾ നല്ലതാണ്, പക്ഷേ വളരെ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോയിട്ട് മാത്രം ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ മസാജ് മാത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ഗുണം കിട്ടണം എന്നില്ല.